പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. അതിനായി 400 ഗ്രാം ഇഞ്ചി കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 പച്ചമുളക്, ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളംപുളി, മുളക് പൊടി, ഉലുവാപ്പൊടി. ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി ചേർക്കുന്ന കൂടെ തന്നെ പച്ചമുളക് ചേർക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. ഇഞ്ചി ഒരു പകുതി മൂപ്പാകുമ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇഞ്ചിയും പച്ചമുളകും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായി ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം. ഇഞ്ചി നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കടിക്കാൻ കിട്ടുന്ന തരത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇഞ്ചി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച പുളി നന്നായി പിഴിഞ്ഞതിന് ശേഷം ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒന്ന് നന്നായി തിളച്ച് കുറുകി വരണം. ഇഞ്ചിക്കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാവും. തണുക്കുമ്പോൾ നന്നായി കുറുകി വരും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കടുക് താളിച്ച് ഒഴിക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക്, വത്തലമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കുക. ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.